വയനാട്ടിൽ കമ്പമലയ്ക്ക് പിന്നാലെ തലപ്പുഴ മുനീശ്വരൻ കുന്നിലും തീപിടുത്തം. റവന്യൂ ഭൂമിയിലാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. വനം വകുപ്പും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. സുർജിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സുർജിത്ത്, വലിയ തീപിടുത്തമാണോ? തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമൊപ്പം തന്നെ ഫയർഫോഴ്സും നാട്ടുകാരും. മുനീശ്വരൻകുന്ന് എന്ന് പറയുന്നത് ഒരു ടൂറിസം മേഖല കൂടിയാണ്. വനംവകുപ്പിന് കീഴിലുള്ള ഒരു ടൂറിസം മേഖലയാണ് ഇത്. അവിടെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റവന്യൂ ഭൂമിയിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അത് വനത്തിലേക്ക് വ്യാപിക്കാതിരിക്കാനുള്ള ജാഗ്രത വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ട്. കാരണം ഈ കമ്പമലയിൽ അഗ്നിബാധ ഉള്ളതിനാൽ തന്നെ സർവ്വസന്നാഹങ്ങളും സജ്ജീകരണങ്ങളും എല്ലാം തന്നെ ഒരുക്കി വനംവകുപ്പ് ഇത്തരം ദൗത്യവുമായി ബന്ധപ്പെട്ട് മുന്നിട്ട് ഇറങ്ങുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ജാഗ്രത ഉള്ളതുകൊണ്ട് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട്. DFO ഉൾപ്പെടെയുള്ളവർ ഈ കമ്പമല തലപ്പുഴ ഭാഗത്ത് തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഈ തീ അണയ്ക്കുന്ന ദൗത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സിന്റെ കൂടി ഇടപെടലിന്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നത്. പുല്ലിനാണ് തീ പിടിച്ചിരിക്കുന്നത്. പൊന്തക്കാടാണ്, അവിടെയാണ് അതിങ്ങനെ തീ പടർന്ന് അത് വനമേഖലയിലേക്ക് ഇറക്കാനുള്ള ഒരു പ്രവർത്തനം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. റവന്യൂ ഭൂമിയിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഉന്മേഷ്. ശരി സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. എബ്രഹാം തോമസ് പറയുന്നുണ്ട്, ഇപ്പോൾ തീപിടുത്തം പല സ്ഥലങ്ങളിൽ നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു. ആശ സിംഗപ്പൂരിൽ നിന്ന് പറയുന്നത് ഇത് ആരെങ്കിലും തീയിടുന്നതാണോ എന്നാണ് അവരുടെ സംശയം.